നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഖബർസ്ഥാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നോമ്പിന്റെ വെട്ടിത്തീറ്റയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നോട് കുറച്ചൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ചിലർക്ക് അത് ഉൾക്കൊള്ളുകയും നല്ല രീതിയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നോമ്പ് എന്നത് ആത്മസമർപ്പണത്തിന്റെ മാനസികമായും ശാരീരികമായും സംശുദ്ധി പാലിക്കേണ്ട, അതായത് ആ നിലയിൽ മാറേണ്ട ഒരു മനുഷ്യന്റെ സംസ്കരണത്തിന്റെ ദിനങ്ങളാണ്. ആ ദിനങ്ങളെയാണ് നമ്മൾ ആഘോഷത്തിന്റെ അർമാദത്തിന്റെ ലെവലിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നത്. അത് ശരിയല്ല എന്നതിന് സൂചിപ്പിക്കാൻ വേണ്ടി നോമ്പിന്റെ 2ാം ദിനത്തിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ജനങ്ങൾ അത് സ്വീകരിച്ചു, നന്ദി. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് നോമ്പെടുത്താൽ യഥാർത്ഥത്തിൽ നോമ്പെടുക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുക എന്നുള്ളതാണ്. ഇവിടെ നാളെ മരിച്ചു ചെന്നിട്ടുള്ള സ്വർഗത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നോമ്പെടുക്കുന്ന ഒരാൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ്. 2016 ഒരു നോബൽ സമ്മാനമുണ്ട്. യോഷ്നറി ഓസുമി എന്ന് പറയും, ഒരു ചൈനക്കാരൻ ഡോക്ടർക്കാണ്, ചൈനക്കാരൻ. ഓട്ടോഫാജി എന്നൊരു സിസ്റ്റത്തെ കുറിച്ച് ഗവേഷണം നടത്തി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് കുറെ വിവരങ്ങൾ നമുക്ക് സമ്മാനിച്ചതിനാണ് അത്തരത്തിൽ ഒരു നോബൽ സമ്മാനം അവർക്ക് കൊടുത്തത്. ഇത് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ നോമ്പുകാരനും അത് വരുന്നത്. ഏത് നോമ്പുകാരനാണ് ഞാൻ വീണ്ടും പറയുന്നു, രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കട്ടൻ ചായ ഒരു കടിയും കഴിച്ച് പോകാൻ നേരം പള്ളം നിറച്ച് അടിച്ചു കയറ്റി, അത് കഴിഞ്ഞ് 10 മണിക്ക് വള്ളം നിറച്ച് വീണ്ടും കയറ്റി വയറ് നിറച്ച് അങ്ങോട്ട് അടിച്ചു കയറ്റി 10 മണിക്കുള്ള ചായ ഉണ്ടല്ലോ അത് അങ്ങോട്ട് കയറ്റി, ഉച്ചയ്ക്ക് മട്ടനോ ചിക്കനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തിയോ എന്തായാലും അതങ്ങോട്ട് അടിച്ചങ്ങോട്ട് കയറ്റി വയറ് നിറച്ച്, അതും കഴിഞ്ഞ് പിന്നെ 4 മണിക്ക് ഒരു ചായയും കടിയും കഴിച്ച് 7 മണിയാകുമ്പോൾ വീണ്ടും ഒരു ലഘുഭക്ഷണവും കഴിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഒരു മൃഷ്ടാന്ന ഭോജനം നടത്തി കിടക്കുന്ന, തിന്നാൻ വേണ്ടി മാത്രം നടക്കുന്ന, വയറിന് യാതൊരു റെസ്റ്റ് കൊടുക്കാത്ത ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർ അവരുടെ ശരീരത്തിൽ ഒരല്പം റെസ്റ്റ് കൊടുത്തുകൊണ്ട്, അതായത് ദഹന പ്രക്രിയ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ദേഹത്ത് നടക്കുന്നുണ്ട് എന്നും അതിനൊരല്പം റെസ്റ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നും, അങ്ങനെ റെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സിസ്റ്റത്തെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഓട്ടോഫാജി എന്നുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നോമ്പിടിക്കുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമാണ് എന്ന് കരുതിയിട്ട് എല്ലാവരും ചാടിക്കയറി നോമ്പ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ, നോമ്പ് പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കാം. എന്നിട്ട് ചോദിക്കുക, ഞാൻ നോമ്പ് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ ദീൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു നോമ്പെടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഒന്നും കഷ്ടപ്പെട്ട് നോമ്പെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒരു ഇസ്ലാമും ആരെയും പഠിപ്പിച്ചിട്ട് നിർബന്ധിച്ചിട്ടും ഒന്നുമില്ല. ദീൻ എന്ന് പറഞ്ഞ ഒരു വിശ്വാസമാണ്. നമ്മൾ സർവശക്തനായ ജഗദീശ്വരനിൽ വിശ്വസിച്ച്, നമുക്ക് ദൂതൻ അറിയിച്ചു തന്നിട്ടുള്ള പ്രവാചകന്മാരെ വിശ്വസിച്ച്, ധർമ്മനിഷ്ഠ അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. ചിലരൊക്കെ ഈ നോമ്പിനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് എന്തോ ഒരു ഭീകര ജീവിയാണ് ദൈവം എന്ന നിലയിൽ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക. ഡോക്ടറെ സമീപിച്ചിട്ട് ഡോക്ടർ പറയണം നോമ്പെടുത്താൽ കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ എടുത്തോ. ഇനി പ്രശ്നമാണ്, ശരീരത്തിന് ക്ഷീണം വരും എന്ന് പറയണമെങ്കിൽ എടുക്കണ്ടെന്നേ. അതിന്റെ പേരിൽ നിങ്ങൾ എന്തായാലും നരകത്തിലേക്ക് പോകാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും നരകത്തിലേക്കുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് കീർത്തിയിടണം, നിങ്ങളത് വാങ്ങണ്ട, തൽക്കാലം കയ്യിൽ വെച്ചോളാൻ പറഞ്ഞാൽ മതി. നോമ്പ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു എന്നാണ്. വിഷാംശങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൽ ആവശ്യമില്ലാത്ത കോശങ്ങളുണ്ട്, കൊഴുപ്പ്, അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പുകളുണ്ടല്ലോ, അതൊക്കെ കത്തിച്ച് കളയുന്ന പരിപാടിയുണ്ട്. അതൊക്കെ നോമ്പിൽ നടക്കും. അതിന് പുറമെ പ്രമേഹം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രമേഹ രോഗികൾ നോമ്പെടുത്ത് കഴിയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി നോമ്പെടുക്കുമ്പോൾ അവരുടെ പ്രമേഹത്തിന്റെ അളവില് ആ രോഗികൾക്ക് ഒരുപാട് മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഹൃദയത്തിന് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊളസ്ട്രോള്, LDL എന്ന് പറയും, ചീത്ത കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോളുമായി കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അതുമായി കിടന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഇവരൊക്കെ ഒരാശ്വാസം വരുന്നതായിട്ട്, നോമ്പ് സമയത്ത് നല്ല ആശ്വാസം അവർ കിട്ടുന്നതായിട്ട്, രോഗത്തിൽ നല്ല മാറ്റം, കുറവ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ പൊണ്ണത്തടി കൊണ്ട് അനുഭവിക്കുന്ന കുറെ പേരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തിന്നു കയറ്റി അങ്ങോട്ട് കാനത്ത് തടിച്ചു കുറുകിപ്പോണ കുറെ കൂട്ടരുണ്ടല്ലോ. അവരൊക്കെ തൂക്കം കുറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ, ഈ അടിച്ച് കയറ്റാൻ പറ്റുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും ഉപരി ആത്മനിയന്ത്രണം, ഒരു സെൽഫ് ഡിസിപ്ലിൻ, ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഈ മാസങ്ങളിലാണ്. ഒരു പെണ്ണ് വഴിയെ പോകുമ്പോൾ അവിടെ നോക്കിയിട്ട് അവിടെ അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു ശീലം ഉണ്ടാവില്ല. നോമ്പ് മുറിഞ്ഞു പോകുന്ന ഒരു പേടി ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കല്, അതേപോലെ കളിയാക്കല്, മറ്റുള്ളവരെ അവമതിക്കല്, അവരെ കുറിച്ച് കുറ്റങ്ങൾ പറയല്, ഏഷണി പറയല്, ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം കുറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ,
ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം മറ്റുള്ളവർക്ക് വെച്ചുള്ള ദേഷ്യം, വിദ്വേഷവും, പകയും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. അയൽപക്കത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രു, ആ ശത്രുവിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥാനത്ത് അതിനെക്കുറിച്ച് മറന്നേക്ക്, മിണ്ടണ്ട, ആലോചിക്കണ്ട. ഇനി ആരെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ പോയി കണ്ട് പിടിച്ചു നിർത്തി 4 തെറി പറഞ്ഞോ 2 പൊട്ടിച്ചിട്ടോ പൈസ വാങ്ങിക്കോ. കേസ് വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിച്ചോ. പക്ഷെ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മറ്റുള്ളവരെ കുറിച്ചുള്ള ദേഷ്യവും വിദ്വേഷവും പക നമ്മൾ മനസ്സിൽ കൊണ്ടുവെക്കേണ്ടതല്ല. അപ്പൊ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ കാണുന്നവർക്കറിയാം. എന്റെ ആദ്യത്തെ കുറെ കമന്റുകളിൽ ചില കമന്റുകളൊക്കെ എന്നെ കട്ടത്തെറിയും മുട്ടം തെറിയും വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. വളരെ മോശം തെറി കമന്റുകളൊക്കെ എഴുതാറുണ്ടാവും. അവരെന്നെ കുറിച്ച് വളരെ മോശമായി വെച്ചുകൊണ്ട് വളരെ ആക്ഷേപിച്ചവർ കമന്റ് എഴുതുന്നു. ഞാനതെന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നില്ല. എനിക്കത് വേണ്ടെന്നേ. നമുക്ക് ആവശ്യമുള്ളതല്ലേ നമ്മൾ എടുക്കുള്ളൂ. നമ്മൾ പറയുന്ന അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവർക്ക് അതിന്റെ എതിരഭിപ്രായങ്ങൾ അവിടെ എഴുതാം. അതല്ല ശരിയായ കാര്യങ്ങൾ അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഇന്നതാണ് ശരിയെന്ന് അവർക്ക് എഴുതാം. നമ്മളത് ഉൾക്കൊള്ളും. നേരെ മറിച്ച് നമ്മൾ പറയുന്നതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ അത് രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ വന്നിട്ട് വെറുപ്പ് മൂലം നമ്മുടെ ചീത്ത വിളിക്കാൻ നിൽക്കുമ്പോൾ എന്നെ കുറിച്ച് അവരുടെ മനസ്സിലുണ്ടാകുന്ന വെറുപ്പ് എത്രത്തോളം എന്ന് ചിന്തിച്ചു നോക്കുക. അതായത് അവരുടെ മനസ്സ് സ്ട്രെസ് കൊണ്ട് നിറയാണ്. മാനസിക സമ്മർദ്ദം കൂടെയാണ്. അവൻ അങ്ങനെ ചെയ്ത് അവനെ അടുത്ത വീഡിയോ വരട്ടെ, അവനെ ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം, ഇങ്ങനെ വരികയാണ്. അവരുടെ മനസ്സാണ് ഇങ്ങനെ കലുഷിതമായി പോണത്, കുറുങ്ങി ആകെ ബുദ്ധിമുട്ടായി പോണത്. എനിക്കതൊരു ഇതല്ല. നമുക്ക് ആവശ്യമുള്ളത് യൂസ്ഫുൾ ഓർ നോട്ട്, ആ സിസ്റ്റം ആക്കിയാൽ മതി. അതിന് ഏറ്റവും നല്ലതാണ് നോമ്പ് എന്ന് പറയുന്നത്. യൂസ്ഫുൾ ഓർ നോട്ട്. നമുക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കില്ല. ഈ നോമ്പ് കാലത്ത് ഇന്നലെ കൂടി ഇട്ട വീഡിയോയിൽ വന്ന് മുട്ടം തെറി വിളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചില മുസ്ലിം നാമധാരികളുണ്ട്. മിക്കവാറും ഫേക്ക് ഐഡികളായിരിക്കും. കാരണം പോയി നോക്കിയിട്ട് കാണുന്നില്ല, ഒക്കെ പ്രൊഫൈലിൽ നോക്കി വെച്ചേക്കാം. ഏതായാലും മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമ്മളെ മനസ്സിലുണ്ടാക്കിയ ദേഷ്യവും വിദ്വേഷവും പകയൊക്കെ എടുത്ത് കളയുന്നുണ്ടെങ്കിൽ പകുതി കൂടുതൽ മാനസിക സമ്മർദ്ദം കുറഞ്ഞു കിട്ടും. പിന്നെ ഏകാഗ്രത നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ. നോമ്പിന്റെ കാര്യം പറയുമ്പോൾ കൂട്ടത്തിൽ മറ്റു കുറച്ച് കാര്യം കൂടെ പറഞ്ഞാൽ ക്ഷമിക്കേട്ട ഈ പറയാനൊരു അവസരം കിട്ടുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഏകാഗ്രത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തലച്ചോറിന്റെ പണി കൃത്യമായി തലച്ചോറിന് പണിയെടുക്കാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിലെ സ്ട്രെസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നടക്കാൻ കഴിയുന്നത് കൊണ്ട് തലച്ചോറ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഒരു സാമൂഹ്യ ബോധവും സാമൂഹ്യ ബന്ധവും ഒക്കെ നമുക്കുണ്ടാവും. ഒരു പൗരബോധം, രാഷ്ട്രബോധം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ നോമ്പ് സമയത്ത് കൂടും. നമ്മൾ ഒരിക്കലും മതത്തിന്റെ പേരിലായാലും വിശ്വാസത്തിന്റെ പേരിലായാലും നമ്മൾ നോമ്പ് മുറിഞ്ഞു പോകുന്നുള്ള പേടിയിലായാലും ഇനി പേടിച്ചുകൊണ്ടായാലും നമ്മൾ മാനസികമായി അത്തരത്തിലുള്ള ചില പക്വമായ തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് പറ്റും. അതുപോലെ ദുശ്ശീലങ്ങൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം അടിക്കുന്നവരാണെങ്കിൽ ഈ നോമ്പ് സമയത്ത് എന്തായാലും സുബൈ മുതൽ മഗ്‌രിബ് വരെ വെള്ളം അടിക്കൂലല്ലോ. പുകവലി അടക്കമുള്ള ലഹരി അടക്കമുള്ള മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ സമയം ചെലവഴിക്കാറുണ്ട്. അതൊന്നും ഇതിനകത്തില്ലല്ലോ. പക്ഷേ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ നന്മ നമ്മുടെ ലക്ഷ്യമാണ്. മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നമുക്ക് വയറ് നിറയുമ്പോൾ ആ ഒരു എന്താ പറയാ ഒരു മാധുര്യം ഉണ്ടാകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ ജീവിക്കാൻ നോമ്പ് നമ്മളെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യോഷ്നോലി അതിന് ഈ സ്വയം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ക്യാൻസർ അത് ഇതൊക്കെ വരുന്ന കോശങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളൊക്കെ, നമ്മൾ ആരോഗ്യമുള്ള കോശങ്ങൾ സ്വയം ഭക്ഷിക്കും. ആ കോശങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അലിയിച്ച് കളഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. 1990 മുതൽ അദ്ദേഹം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി ഈസ്റ്റിലും മനുഷ്യരിലും ഒക്കെ നടത്തി വിജയിച്ചതാണ്. അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത് നോമ്പ് പിടിക്കുമ്പോഴാണ്. അത് മുസ്ലിങ്ങളിലാണ് എന്നുള്ളതല്ല അർത്ഥം, നോമ്പുകാരിൽ അത് വരുന്നുണ്ട്. അപ്പോൾ നോമ്പുകാരിൽ അത് വരുന്നത് കൊണ്ട് ഒരു നല്ല കാര്യമാണ്. ഏതായാലും യോഷ്നോരിയും കൂടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം. നോമ്പ് എന്നത് ഏതൊരു വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായ നിലകളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ കേവലം ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാനൊരു നോമ്പുകാരനാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളുടെ നോമ്പ് ഏത് രീതിയിലാണ് എന്ന് നമ്മൾ പരിശോധിക്കും. Different angles. Don't forget to subscribe and support this channel.